എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദി ട്രാവലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ പുരുളിയ ഡിസ്ട്രിക്റ്റിലെ ലാൽപൂർ എന്ന ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് എൻ്റെ യാത്ര ഞാൻ പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള ഹൂറ എന്ന ഗ്രാമപ്രദേശത്തിലേക്കാണ്. വെസ്റ്റ് ബംഗാളിലെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഹൂറ. അപ്പോൾ ഞാൻ എൻ്റെ യാത്ര ഇന്ന് അങ്ങോട്ടേക്കാണ്. ഇവിടെ ഏകദേശം നമ്മുടെ പഴയ കേരളം പോലെ തന്നെയാണ്. ഇവിടുത്തെ ഏകദേശം വെസ്റ്റ് ബംഗാളിലെ ഏകദേശമുള്ള ഗ്രാമപ്രദേശങ്ങളെല്ലാം നമ്മളുടെ പഴയ കേരളം പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും നമ്മൾക്കൊരു കാര്യം കാണാൻ കഴിയില്ല. അതെന്താണെന്ന് നമ്മളെ യാത്ര പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ ഞാൻ ഏകദേശം വെസ്റ്റ് ബംഗാളിൽ ഇന്നേക്ക് 4 ദിവസമായി ഞാൻ ഇവിടെയാണ്, ലാൽപൂർ എന്ന ഈ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. എന്നെ ഭാരത് മീഡിയ എന്ന യൂട്യൂബറാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാളെ എൻ്റെ യാത്ര ഞാൻ ഇവിടുന്ന് വീണ്ടും തുടങ്ങും. അപ്പം എന്തായാലും നമ്മൾക്ക് ഗ്രാമപ്രദേശങ്ങളുടെ കാഴ്ചയിലേക്ക് നടന്നു നീങ്ങാം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് ഹൂറ എന്ന വില്ലേജിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം നമ്മൾക്ക് ഈ വില്ലേജിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പഴയ കേരളത്തിൽ കണ്ടിരുന്ന മണ്ണും കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഈ ഹൂറ എന്ന വില്ലേജിൽ മാത്രമല്ല ഏകദേശമുള്ള വെസ്റ്റ് ബംഗാളിലെ മിക്ക ഗ്രാമപ്രദേശങ്ങളിലും നമ്മൾക്ക് ഇങ്ങനത്തെ വീടുകൾ കാണാൻ കഴിയും. പിന്നെ അതും കൂടാതെ തന്നെ ഇവിടെ ഉള്ള ഏത് വീടുകളിലും നമ്മൾക്ക് കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ്, ഏത് വീട്ടിലും ഒരു ബാത്റൂമോ അതേപോലെ തന്നെ ടോയ്ലറ്റോ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ഏകദേശം ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത് കുളങ്ങളും മറ്റ് സ്ഥലങ്ങളാണ്, പുഴ, കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവർ കുളിക്കാനും കാര്യങ്ങളിലെല്ലാം വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. അതും കൂടാതെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുകയാണെങ്കിൽ ബംഗ്ല അതുപോലെ തന്നെ ഹിന്ദി ഇത് രണ്ടും കലർന്നിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇവിടുത്തെ ആൾക്കാർ സാധാരണക്കാർ ഇവിടെ യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇവരുടെ വരുമാനം ഇവിടുത്തെ 195% ആൾക്കാരും അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക ആൾക്കാരും ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയും മറ്റ് മൃഗങ്ങളെല്ലാം വളർത്തിയാണ് ഇവിടുത്തെ മിക്ക ആൾക്കാരും ജീവിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ ഏകദേശം ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ഭൂരിഭാഗം ആൾക്കാരും നല്ല ആൾക്കാരാണ്. കാരണം ഞാൻ ഈ ജാർഖണ്ഡിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഈ വില്ലേജിലോട്ട് വരുന്നത്. ഈ വില്ലേജിൽ ഞാനിപ്പോൾ 4 ദിവസമായി. 4 ദിവസമായിട്ടും എനിക്കൊരു പ്രശ്നമില്ലാതെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ലാൽപൂർ എന്ന ടൗൺ, ഇത് ഒരുപാട് വലിയ ടൗണും കാര്യങ്ങളൊന്നും അല്ല, ഏകദേശം ചെറിയൊരു ടൗണാണ്. ലാൽപൂർ എന്ന ടൗണിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. പിന്നെ ഇവിടുത്തെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞത് വെറും മിതമായ രീതിയിലാണ് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രീറ്റ് ലൈറ്റോ അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. കാരണം നമ്മൾ ഇവിടെ ഈ ഒരു വില്ലേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം ടൗണിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് വെറും 6-7 കിലോമീറ്ററത്തോളം വെറും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ഒരു വഴി സഞ്ചരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് മൂർഡി എന്ന് പറയുന്ന ഒരു സാധനം. അതും നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊരി. നമ്മളെ ഉത്സവ പറമ്പുകളിൽ കിട്ടുന്ന പൊരീനെ എടുത്തിട്ട് അതിൽ കുറച്ച് കിഴങ്ങെല്ലാം ഇട്ടിട്ടാണ് ഉള്ളൊരു ഫുഡാണ് ഇവിടുത്തെ ബംഗ്ലയിൽ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫുഡ്. അതുപോലെ തന്നെ മസാല ബോണ്ട, നമ്മൾ ചോപ്പ് എന്ന് പറയും മസാല ബോണ്ടേനെ.
അതുമാണ് ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും. കൂടാതെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത് നെല്ലും മറ്റു പച്ചക്കറിയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ജാർഖണ്ഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ജാർഖണ്ഡിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ ബോർഡറിൽ ഇങ്ങോട്ടേക്ക് വരുന്തോറും നമ്മൾക്ക് ഇങ്ങനെ നെൽപ്പാടങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലാണ്ട് നമ്മൾക്ക് ഇവിടെ കാലാവസ്ഥയിലും ഏറ്റവും വലിയ മാറ്റമുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വേറെ ഒന്നുമല്ല, ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ സൂര്യൻ അസ്തമിച്ച് കളയും. അതുമല്ലാണ്ട് ഏകദേശം 5:30 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ഇരുട്ട് വന്ന് കളയും. ഇവിടുത്തെ വെസ്റ്റ് ബംഗാളിലെ മിക്ക ഗ്രാമപ്രദേശങ്ങളിലും ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഇവിടെ 8 മണിയാകുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ലൈറ്റ് ഓഫാക്കി കടന്നുറങ്ങും. അതാണ് ഇവിടുത്തെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഞാൻ കണ്ടൊരു കാഴ്ച. ഏകദേശം എൻ്റെ 4 ദിവസമായിട്ട് ഞാൻ ഈ ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഹൂറ എന്ന ഈ വില്ലേജിലാണ് ഇപ്പം ഞാൻ 4 ദിവസമായിട്ട്. ഇവിടെ വെസ്റ്റ് ബംഗാളിലെ ഈ ഗ്രാമമല്ല, വേറെ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയോ അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ പല നഗരപ്രദേശങ്ങൾ സന്ദർശിച്ച് എൻ്റെ 4 ദിവസമായി ഞാൻ ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ നാളെ എൻ്റെ അടുത്ത യാത്ര, എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനായ ഡാർജിലിങ്ങിലോട്ട് ഞാൻ നാളെ രാവിലെ ഞാൻ യാത്ര തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇതും കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.